നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭർത്താവ് നിഴല് പോലെ പിന്നാലെ ഉണ്ടായിക്കോളണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ആ നിഴൽ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് വലിയൊരു ധൈര്യം. എനിക്ക് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങൾക്കും. ഇഷ്ടക്കൂടുതലുള്ള സ്ഥലത്തല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുക, അങ്ങനെയല്ലേ? അതും ഏതാണ്ടൊക്കെ ശരിയാ. പക്ഷെ കല്യാണം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ആണല്ലോ ചോദിക്കേണ്ടത്. അത് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാവേ. ഓ മതി, കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഇപ്പോ ഏട്ടന് സംശയമുണ്ടെന്നൊക്കെ മോളുടെ ഒരു കുഞ്ഞു സംശയ. നീ ചെല്ല. കേട്ടല്ലോ ഏട്ടാ, കട്ടയ്ക്ക് പിടിച്ചോ. ഒരു കാര്യം ചോദിച്ചാ മറുപടി വരുന്ന വരവ് കണ്ടോ? ഇനി ഞാൻ എന്തൊക്കെ കാണണം? അച്ഛന്റെ അമ്മയുടെ പ്രേമം ഒരു വഴിക്ക്, നിങ്ങളുടെ പ്രേമം വേറൊരു വഴിക്ക്. നടക്കട്ടെ. താങ്ക്സ്. അതെന്തിന്? ജീവിതത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് തനിക്ക്. എനിക്കത്ര പോരാ. ഒന്ന് തിരുത്തി കൈപിടിച്ചോളണം, കേട്ടല്ലോ? പേടിക്കണ്ട, അകത്തേക്ക് കയറിയിട്ടില്ല. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു. അതിനിപ്പോ എനിക്കാരോടും ചോദിക്കാനൊന്നുമില്ലല്ലോ. അയ്യോ, എന്തു പറ്റിയടാ? ഹേയ്, കാലൊന്നും മടങ്ങി വീണതാ. കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? കാലം കൊണ്ട് തട്ടിയേ നോക്കട്ടെ. നോക്കി നടക്കണം. പണ്ടത്തെ പോലെ പിന്നാലെ ആരുമില്ല വീഴുമ്പോ പിടിക്കാൻ. ആര് പറഞ്ഞു? ഞാൻ വീണാല് ഇപ്പോഴും പിടിക്കാൻ ആളുണ്ട്. എനിക്ക് എന്നോട് മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്. എന്റെ മകളെ വിവാഹം കഴിച്ചൊരു വീടുണ്ട്. അവളെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവിടെ. അവരുടെ അഭിമാനം നോക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ മോളുടെ പ്രാണൻ അവിടെയാ. അതെനിക്ക് കാക്കണം. മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്ക. ഇന്നലെ എപ്പോഴാ ഉറങ്ങിയത്? എപ്പോഴോ ഉറങ്ങി. ഞാൻ ഉറങ്ങിയതേ ഇല്ല. സത്യം പറഞ്ഞ ഞാൻ വണ്ടിയെടുത്ത് പോയിട്ട് ആ തിരുമേനിയെ കൊന്നു കളഞ്ഞാലെന്ന് ഒരാലോചിച്ചതാ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പിന്നല്ലാതെ, നമ്മളുടെ രണ്ടുപേരും സ്വപ്നങ്ങൾ ഉറക്കം കളഞ്ഞിട്ട് അയാൾ സുഖമായിട്ട് പോയി കിടന്നുറങ്ങുമല്ലേ. ഇന്ന് പൂജ കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കി പറയുമല്ലോ. പിന്നെ വേറൊരു കാര്യം, ഇന്നിനി എന്തെങ്കിലും തിരുമേനി പറയുമെങ്കിൽ
ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾക്ക്. എടോ, തനിക്ക് കണി കാണുന്നതിലൊക്കെ വിശ്വാസമുണ്ടോ? പിന്നെ ഇല്ലാതെ. എന്തൊക്കെ കണി കണ്ടാലും നല്ല കാര്യങ്ങൾ നടക്കുക. അതിപ്പോ നന്മയുള്ള എന്ത് കാഴ്ച കണ്ടാലും അത് നല്ല ലക്ഷണം. എന്നാ ആ കാഴ്ച ഒന്ന് നോക്കി. തിരുമേനി എതിരൊന്നും പറയാൻ സാധ്യതയില്ലല്ലേ? ഇല്ലാന്ന് തോന്നുന്നു. ചേച്ചി, ഈ സാറയുടെ വീട് എവിടെയാ? അതെന്താ മോനെ, നീ ഇവിടെ ചേച്ചി മാത്രമേ കണ്ടല്ലോ, ചേട്ടനെ കണ്ടില്ലടാ. ജീവൻ, ഇത് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള യുവമാരുടെ അടവല്ലേ. അല്ലാതെ ഇക്കാലത്തൊരു വഴി അറിയാൻ എന്താ പ്രയാസം? പോകുന്ന വീട്ടുകാരോടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാ പോരെ? എന്റെ പൊന്നിയേട്ടാ, ലൊക്കേഷനൊക്കെ അയച്ചു തന്നാ. ഇവിടെ വന്നപ്പോ അത് കട്ടായി പോയി. അല്ല, ഞങ്ങൾ ചോദിച്ചോണ്ട് എന്താ ഇപ്പൊ പ്രശ്നം? എടാ, നിന്നെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വേഷം കെട്ടൊന്നും ഇവിടെ ഇറക്കണ്ട. അവളെ കാണാൻ വന്നല്ലേ നീയൊക്കെ? അപ്പൊ പിന്നെ നീയൊക്കെ ഏത് ടൈപ്പായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏയ്, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ നീ എന്തിയോടാ? എന്തിയോടാ? ഏയ് മനു, അവിടെ എന്താ? ഒന്നുമില്ല ചേച്ചി, ഇവിടെ വന്നപ്പോ ലൊക്കേഷൻ കട്ടായി പോയി. വഴി ചോദിച്ചപ്പോ ഈ ചേട്ടൻ അത്ര പിടിച്ചില്ല. കഷ്ടകാലത്തിന് ചേച്ചി നിന്ന് വിളിച്ചുപോയി. നമ്മുടെ വീട് അതാ, അങ്ങോട്ട് ചെല്ല്. ജീവൻ, പല തവണയായി എന്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ നീ അപമാനിക്കുന്നു. അവര് നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ കൂടുതൽ അപമാനം വേറെ എന്താടേ? ഇതിനുള്ള മറുപടി ഞാനിപ്പോ പറയുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.